ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മാക്ക് ഉണ്ടായിരുന്ന ആസ്മയാണ് ഞാൻ ഒരു ഡോക്ടർ ആവണമെന്ന് അന്ന് ചിന്തിച്ചെങ്കിൽ പിന്നീട് എനിക്കിപ്പോ 45 വയസ്സ്, ഈ സമയത്തൊക്കെ ഞാൻ ഈ മൈലസ്റ്റിൽ തുടങ്ങുന്ന സമയത്തൊക്കെ എൻ്റെ ഉമ്മാക്ക് ആസ്മയുണ്ട്, ഡോക്ടറെ കാണിക്കുന്നുണ്ട്, വീട്ടിലുള്ള പലതും ഒഴിവാക്കാൻ പറയുന്നുണ്ട്, കോഴികളെ ഒന്നും പോറ്റണ്ടെന്ന് പറയുന്നുണ്ട്, മെഡിസിൻ കഴിക്കേണ്ട, അടുപ്പിൽ ഊതണ്ട, പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം ക്ലിയർ ആവില്ല, എൻ്റെ ഉമ്മാന്റെ ആസ്മയ്ക്ക് മാത്രം മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഒതു എടുക്കണമെങ്കിൽ വെള്ളം കൊണ്ട് റൂമിനകത്ത് ബാത്റൂം ഉണ്ട്, അതിനകത്തുനിന്ന് ഒതു എടുക്കണമെങ്കിൽ പോലും എന്ത് വേണം, ഒരു പരസഹായം വേണം. അതല്ലെങ്കിൽ വലിയ കിണ്ടിയിലൊന്നും കൊടുക്കാതെ ചെറിയ പാലിന്റെ ചെറിയ വെയിറ്റ് കുറഞ്ഞ പാത്രത്തിലേക്ക് കൊടുത്താലേ. ഇനി ഈ വെള്ളം ചൂടുവെള്ളം അവിടെ എത്തിയിട്ടില്ല, അടുക്കളയിൽ വന്നു എൻ്റെ ഉമ്മാനോട് നിർത്തണ്ട, ഇന്നും എൻ്റെ കണ്ണിന് മുമ്പ് മായാതെ വെക്കുന്ന ഒരു രംഗാണ്. കണ്ണിൽ വെള്ളം ഒലിപ്പിച്ച് ഒന്നും എടുക്കാനുള്ള വെള്ളം പോലും എടുത്തു കൊണ്ടുപോകാൻ കഴിയാത്ത ആസ്മയുള്ള എൻ്റെ ഉമ്മാക്ക് ഇന്ന് ഞാൻ പറയുന്നു, നമ്മുടെ 95 കവചപ്രാശ്, ആയുഷ്വാസ്, ഈ പ്രൊഡക്റ്റുകൾ കൊടുത്തുകൊണ്ട് ഇന്ന് ബക്കറ്റിൽ 1/2 ബക്കറ്റ് വെള്ളം എടുത്തിട്ട് എൻ്റെ മക്കളെ കുളിപ്പിക്കാൻ പോകുന്ന രീതിയിലേക്ക് എൻ്റെ ഉമ്മാനെ കൊണ്ടുപോയി മൈലേജ് മാർക്കറ്റിങ്ങിന്റെ പ്രൊഡക്റ്റിന്റെ റിസൾട്ടാണത്, ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ ഞാൻ അന്ന് 7ാം ക്ലാസ്സിലെ എക്സ്പീരിയൻസ് പറയാൻ കാരണം, അന്ന് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചെങ്കിൽ ഇന്ന് നിരവധി ഡോക്ടർമാരെടുത്ത് 10-25 വർഷത്തോളം ആസ്മ ഉണ്ടായിട്ട് എൻ്റെ ഉമ്മാനെ കൊണ്ട് നടന്നിട്ട് അതിനൊരു മാറ്റം കിട്ടാന് മൈലേജിന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ, അത് കൊടുത്തത് മുന്നിലാണെങ്കിൽ, അന്നത്തെ എൻ്റെ പ്രാർത്ഥന, അന്നത്തെ എൻ്റെ ചിന്ത, ഇന്ന് അള്ളാഹ് അത് പൂർത്തീകരിച്ചു തന്ന് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ ആ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എനിക്കൊരു 1000 രൂപന്റെ പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചു, അതേപോലെ തന്നെ എൻ്റെ കൂടെയുള്ള ശശിയേട്ടന് ഒരു 1000 രൂപന്റെ പ്രൊഡക്റ്റ് മേടിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾ അന്ന് അവിടുന്ന് ആ പ്രൊഡക്റ്റ് മേടിച്ചു വന്നു. അത്ഭുതം എന്ന് പറയാം, ഒരുപാട് കാലം മുട്ടുവേദനയൊക്കെ ഉണ്ടായിട്ട് അത് മാറാതെ എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന എൻ്റെ ഒരു ബന്ധുവിന് ഈ ഒരു ചാമ്പി തൈലം കൊടുക്കുകയും ആ ചാമ്പി തൈലം ഉപയോഗിച്ച് അവര് എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട്, നടന്നൊന്നും വരാൻ കഴിയാത്ത, അവര് നടന്ന് എൻ്റെ വീട്ടിൽ വന്നു എന്നുള്ളത് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഹാപ്പി ആയത്. എൻ്റെ ഒരു അധ്യാപകന് എന്താ അത് മരുന്ന് കച്ചവടമാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, മരുന്ന് കച്ചവടമല്ല സാറേ, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നല്ലേ. ഇപ്പൊ എന്നോട് വെച്ച് അത്യാവശ്യം ജീവിച്ചു പോകുന്നില്ലേ, ബിരിയാണിക്ക് കഴിക്കുന്നില്ലേ, ലോറിയൊക്കെ ഓടുന്നില്ലേ, ഇനി ഉണ്ട തിന്നാൻ പോണോ, വേണ്ടാത്ത പണിക്ക് നിൽക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യങ്ങളെ എൻ്റെ അധ്യാപകനൊന്ന് ബോധിപ്പിക്കണമല്ലോ. അങ്ങനെ അധ്യാപകന്റെ അടുത്ത് പോയി സംസാരിച്ച് അധ്യാപകൻ എങ്ങനെയായാലും ഇതൊന്നും കേൾക്കാൻ തയ്യാറാക്കി എന്നോട് കേട്ടു. സംസാരിച്ചിട്ട് എന്റെ ലാസ്റ്റ് എന്നോട് പറഞ്ഞ കാര്യം, വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ട പോലെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അധ്യാപകന് മുട്ടുവേദന ഉണ്ടായിരുന്നു, ഞാൻ ഒരു ചാമ്പി തൈലം എടുത്ത് കൊടുത്തിട്ട്, സാറേ അതുവരെ എൻ്റെ കയ്യിനകത്ത് ഇതുണ്ട് പക്ഷെ ഞാൻ കൊടുത്തില്ല, സാറേ എൻ്റെ വീട്ടിൽ ആർക്കും മുട്ടുവേദന ഇല്ല, പക്ഷെ ഇത് മുട്ടുവേദന മാറുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, സാറിന്റെ കാലുവേദന ഉണ്ടല്ലോ, സാർ ഉപയോഗിച്ചിട്ട് ഒരാഴ്ച ഉപയോഗിച്ച് ബാക്കി എനിക്ക് തന്നേരെ എന്ന് പറഞ്ഞ് ആ സാറിന്റെ അടുത്ത് ഞാനൊരു ചാമ്പി തൈലം കൊടുത്തപ്പോൾ ചാമ്പി തൈലം കിട്ടിയതും നേരെ സാർ അതിനേക്കാൾ വേഗത്തിൽ എന്നോട് ഇങ്ങോട്ടേക്ക് പറയും, ഇതായിരുന്നു സാധനം, ഇത് സൂപ്പറാണ്. കാരണം സാറിന്റെ ഒരു സുഹൃത്ത് ഒരു പോലീസുകാരനായിരുന്നു, ആക്സിഡന്റ് ആയി, എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് ഇനി ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, പെയിൻ കില്ലർ അധികം കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞു വിട്ടു. അദ്ദേഹത്തിന് ഒരുപാട് വേദനയുള്ള സമയത്ത് ഏതോ ഒരു ലേഡി സാധനങ്ങൾ കൊണ്ട് വീടാന്തരം വിൽക്കുന്ന സമയത്ത് അവർ ഒഴിവാക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം ഒരു ചാമ്പി തൈലം മേടിച്ചിരുന്നു. ആ ചാമ്പി തൈലത്തിന്റെ റിസൾട്ട് അദ്ദേഹത്തിന് മുട്ടുവേദന മാറ്റി. അതിൽ നിന്ന് അല്പം എൻ്റെ അധ്യാപകനും കൊടുത്തിരുന്നു. പിന്നീട് ഇത് എവിടെ കിട്ടുമെന്ന് മെഡിക്കൽ ഷോപ്പിൽ എവിടെയും ചോദിച്ച് കിട്ടാതായപ്പോൾ ഇത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് ഇവർ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ചാമ്പി തൈലം കൊണ്ട് കൊടുക്കുന്നത്. എൻ്റെ ഭാഗ്യം എന്ന് പറയാം. അങ്ങനെ എൻ്റെ അധ്യാപകൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ലത് പറഞ്ഞു, ഇത് ഒത്തിരി പേർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു, ഒത്തിരി റിസൾട്ടുള്ള സാധനമാണ്. അങ്ങനെ അന്ന് അധ്യാപകൻ ഏറ്റെടുത്ത് ഒത്തിരി പേരുടെ ഇത് പറഞ്ഞു, പലർക്കും പ്രൊഡക്റ്റുകൾ ആവശ്യം വന്നു. നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ ചാമ്പിക്കുട്ടി സാർ പോലും മേടിച്ചത്. ദേവസ്വം മാഷ് ആളെ പറ്റിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും വേണ്ടി ഇത് ചെയ്യില്ല, ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കാതെ പറയില്ല. പിന്നെ എൻ്റെ ഉപ്പാന്റെ പേര് കുഞ്ഞാപ്പാണ്, കുഞ്ഞാപ്പാന്റെ മോന് ആളെ പറ്റിച്ചിട്ട് വേണ്ട ജീവിക്കാൻ എനിക്കറിയാം, എന്തായാലും തന്നേരി എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള ആളുകൾ പോലും പ്രൊഡക്റ്റുകൾ മേടിച്ചത്.